ഹൈന്ദവ ഏകതാ സന്ദേശം വിളിച്ചോതി ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ആയിരക്കണക്കിന് ഹിന്ദുക്കൾ മാടപ്പള്ളി ക്ഷേത്ര മൈതാനിയിൽ അണിനിരന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി കാര്യക്രമത്തിന്റെ ഭാഗമായി ഭാരതമൊട്ടുക്ക് 1 ലക്ഷത്തോളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങളാണ് നടക്കുന്നത്. കാണാം വാർത്ത. ഹിന്ദുത്വമേ സർവസന്മാർഗസത്തെ വിടരട്ടെ നവ്യമുകുളങ്ങളിൽ. ഹിന്ദുത്വമേ അമരവരദാനി. സംഘശതാബ്ദിയുടെ അഭിമാന നാളുകളിൽ ഹൈന്ദവ ഏകീകരണ പ്രവർത്തനങ്ങളുടെ ഗതിവേഗം വർദ്ധിക്കുകയാണ്. ഭാരതമൊന്നാകെ ഒരേ പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന പരമവൈഭവ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരതത്തിലെമ്പാടും പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ കേന്ദ്രങ്ങളിൽ 1 ലക്ഷത്തോളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടത്തപ്പെടുകയാണ്. കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ജാതിഭേദ വ്യത്യാസമില്ലാതെ ഹൈന്ദവ ബോധ്യത്തോടെ അണിനിരന്നത് ആയിരങ്ങളാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഏകതാ സന്ദേശം നൽകി. പൊതുവെ മറ്റുള്ളവർ ആക്ഷേപിച്ചുകൊണ്ട് ഹിന്ദുക്കൾ വിഗ്രഹാരാധകന്മാരാണ്, 30 കോടി ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്, മുഖത്ത് ചായം പൂശി നടക്കുന്നവരാണ്, വെള്ളിയേക്കാത്തവരാണ്, കുളിക്കാത്തവരാണ്, വൃക്ഷങ്ങളെ ആരാധിക്കുന്നവരാണ്, പട്ടിയെയും പന്നിയെയും ആരാധിക്കുന്നവരാണ്, പലതരത്തിലുള്ള അപവാദങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഹിന്ദുക്കൾക്കെതിരെ പറയാറുണ്ട്. ഈ വൈവിധ്യം എന്ന് പറയുന്നത് ആ വൈവിധ്യത്തിൻ്റെ ഉള്ളിലുള്ള ഏകത്വം എന്താണ് എന്നതാണ് ഈ ഋഷീശ്വരന്മാരെല്ലാം പറഞ്ഞത്. സാംസ്കാരിക, സാമൂഹ്യ, സാമുദായിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പരിപാടിയിൽ ഭാഗമായി. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. കുടുംബങ്ങളിൽ ഹൈന്ദവ സംസ്കാരവും അവബോധവും ഉണർത്തുന്നതിനായി ഏകതാ പ്രതിജ്ഞയും കൈക്കൊണ്ടു. ആയോധന കലാപരിപാടികളും സമ്മേളനത്തിന് മിഴിവേകി. മാടപ്പള്ളി ഗ്രാമത്തിൽ ഹൈന്ദവ അന്തരീക്ഷവും ഹിന്ദുത്വ ബോധവും ഉണർത്തുന്ന വിവിധ കാര്യക്രമങ്ങൾ ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 മാസമായി നടന്നിരുന്നു. RSS മുന്നോട്ട് വയ്ക്കുന്ന പഞ്ചപരിവർത്തന ശീലങ്ങളിലൂന്നിയായിരുന്നു കാര്യക്രമങ്ങളെല്ലാം. ജനം, കോട്ടയം.